ഹായ്, ഞാനുണ്ടല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഈ വർഷം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു വർഷം ഓണമോ വിഷുവോ മറ്റു വിശേഷ ദിവസങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചേട്ടായിക്ക് അറ്റാക്കായിട്ട് വന്നിട്ട് റെസ്റ്റിലിരിക്കുവാണെന്ന്. എന്നേരമാണ് ചേട്ടായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടി മോളെ, ആ വീഡിയോ ഒരു 2 ദിവസം കഴിഞ്ഞ് നീ ഇട്. അപ്പം ഇന്ന് ചോതി നാളല്ലേ, അപ്പം ഇന്ന് ചോതിയും വിശാഖവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പം നീ അത് പറഞ്ഞു കൊടുക്കെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ആണ് ഇപ്പം നിങ്ങൾക്ക് ഒരു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. ഇപ്പോൾ ഇത് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എങ്കിലും ഇതിൻ്റെ പ്രധാനം മനസ്സിലാക്കിയിട്ടാണ് ആ വീഡിയോ മാറ്റിയിട്ട് ഇതിപ്പോൾ ഇടുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് ആ ഫസ്റ്റിലെ തുടങ്ങുന്ന ദിവസമാണ് അത്തം. അത്തം തൊട്ട് ചതയം വരെയാണ് നമ്മൾ അസാധാരണഗതിയിൽ ഓണത്തിൻ്റെ കാര്യങ്ങൾ ഘോഷിക്കുന്നത്. പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ അത്തം തുടങ്ങി 28-ാം ദിവസം പോക്കോണമെന്നും പറഞ്ഞുകൊണ്ട് ഘോഷിക്കുമായിരുന്നു. ഇപ്പോഴതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചതയം വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് ചോതി, നാളെ വിശാഖം. അപ്പോൾ ഈ 2 ദിവസം ഉണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് ഈ ചോതിയും വിശാഖവും നാളുകാരും മാത്രമല്ല ഇത് ചെയ്യണ്ടേ, എല്ലാവരും ഈ കാര്യം ചെയ്തോണം. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, അത്തം തൊട്ട് ചതയം വരെ എല്ലാവരും നോക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാവരുടെയും പ്രിയപ്പെട്ട ദിവസമാണ്. അതായത് ഒരു വ്യക്തിയുടെ നാള് മാത്രമല്ലത്, ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഇപ്പം തന്നെ വന്ന് പറയാൻ കാരണമേ, മറ്റേ വീഡിയോ ഒഴിവാക്കിയിട്ട്. ഇന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കിടക്കാൻ നേരത്ത് ഇതുപോലെ 3 ഓരോ രൂപ കോയിൻ എടുക്കുക. ഇതുപോലെ 3 ഓരോ രൂപ കോയിൻ എടുത്തോളുക. എടുത്തു വെച്ചും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നും ചെയ്യാം നാളെയും ചെയ്യാം. ഇന്ന് ചെയ്യാത്തവർക്ക് നാളെ വിശാഖം നാളിലും ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാം, നമ്മൾ വൈകിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ സമയം പോയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നാളെ ചെയ്യുന്നവർ, വിശാഖനാൾ ചെയ്യുന്നവർ സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണേലും നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലത്തെ 3 കോയിൻ എടുക്കുക. എടുത്തേച്ചും കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ കുടുംബനാഥനില്ലേ, കുടുംബനാഥനെ വേണം ഈ 1 രൂപ കോയിൻ 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് വെച്ചിട്ട് ഒന്നെങ്കിൽ ഒരു നല്ലൊരു ബോട്ടിലോ അല്ലെ ഒരു തിരശ്ശീലയിലോ മാറ്റി വയ്ക്കുക. 2ാമത്തെ കോയിൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതേമാതിരി തന്നെ. അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം കുടുംബനാഥനൊരു മേലാഴിയോ അല്ലെ ഒരു വസ്തുതർക്കോ എന്തെങ്കിലും കാര്യം കുടുംബനാഥനോടനുബന്ധിച്ച കാര്യങ്ങളെ നിങ്ങൾ ഓർക്കാവുള്ളൂ. ആ പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യം ആലോചിച്ചിട്ട് ഈ അടുത്ത കോയിനും വയ്ക്കുക. 3ാമത്തെ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ളൊരു കരുതുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ 2 നാളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോതിയിലും വിശാഖം നാളിലും നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. നമുക്ക് എവിടുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ധനം നമുക്ക് വന്നു ചേരും. ഇത് ഉറപ്പായ ഒരു കേസ് കേട്ടാണ് പറയുന്നത് ഞാൻ. അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയും. ഏറ്റവും കൂടുതൽ ഇത് ധനഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. ഇതും ഈ കുടുംബനാഥനെ വേണം തലയ്ക്കൊഴിയാനായിട്ട്. എന്ന് വെച്ചിട്ട് ഇത് 3 കോയിനും കൂടെ ഒന്നിച്ച് ഈ തിരശ്ശീലയ്ക്കകത്ത് കെട്ടി എന്ത് ചെയ്യണം, വേറെ എങ്ങും കൊണ്ടുവയ്ക്കണ്ട. പിന്നെ പൂജാമുറിയിലോ ഭഗവാന്റെ അടുത്തോ ഒന്നുമല്ല വയ്ക്കേണ്ടത്. ഈ കോയിന് നല്ല നമ്മൾ തിരശ്ശീലയിലാണെങ്കിലും കെട്ടിവെക്കുക, അല്ലെങ്കിൽ ഒരു ഡപ്പയിൽ കെട്ടിവെക്കുക. ഇത് പിന്നെ നമ്മൾ എടുക്കാനോ തുറക്കാനോ വേണ്ടി, ഇത് നമ്മൾ സ്വർണവും പൈസയൊക്കെ സൂക്ഷിക്കുന്നത്, നമ്മളെപ്പോഴും സൂക്ഷിക്കുന്ന അലമാരി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പണ്ടത്തെ പോണക്കല്ലല്ലോ. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് നോക്കും, കള്ളന്മാർ എവിടുന്നേലും കുത്തി തുറന്ന് കയറാനായിട്ട്, പണിയെടുക്കാതെ തിന്നാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ കള്ളന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സമ്പാദ്യം സൂക്ഷിക്കുന്നത് അവിടെ ഇതങ്ങോട്ട് കൊണ്ട് ഭദ്രമായിട്ട് വെച്ചോണം. ഇന്നപ്പം അടുത്ത ചോതി അല്ലെങ്കിൽ അടുത്ത വിശാഖം നാൾ, അടുത്ത മാസം ഈ നാൾ വരും. റൊട്ടേഷനായിട്ട് 27 നാളാണ് ഇത് കറങ്ങി വരും. അപ്പോൾ ആ നാളിൽ ഈ കോയിൻ എടുത്ത് നിങ്ങൾ എവിടെയാണോ അമ്പലത്തിൽ, പള്ളിയിലെങ്കിൽ പള്ളിയിൽ നിങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടോളൂ. ഉറപ്പായിട്ടും ഈ വരുന്ന മാസത്തെ നാളിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് നിങ്ങൾ ആഗ്രഹിച്ചോ ആ കാര്യം ഉറപ്പായിട്ടും നടന്നിരിക്കും. പിന്നെ
നിങ്ങളോട് ഞാനൊരു കാര്യം പറയുവാണ്, അത്യാവശ്യമായിട്ടും നിങ്ങളിത് കേൾക്കണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായവും പറയണം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വർഷം, അതായത് ഈ 365 ദിവസം കാത്തിരുന്നിട്ട് ഒരു ഓണമായാലും വിഷുവായാലും വരുന്നത്. അപ്പം നമ്മുടെ അപ്പനോ അല്ലെ മുത്തപ്പനോ അല്ലെ നമ്മുടെ അമ്മാവന്മാരോ ആരെങ്കിലും മരിച്ചെന്നും പറഞ്ഞ് ഉടനെ നമുക്ക് കാണിയല്ല, നമ്മളിത് ഉടനെ അങ്ങ് നീട്ടിവെക്കും. ആ കുഞ്ഞുങ്ങൾ അയൽവക്കം തൊട്ടടുത്തുള്ള വീടുകളിൽ കൂടെ അല്ലെ പൂക്കടയിൽ കൂടെ ഒക്കെ പോയി 2-3 പൂവൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് അവനവൻ്റെ മുറ്റത്തൊരു അത്തപ്പൂക്കൾ ഇടാവുന്നതും, അതുപോലെ പുതിയ ഡ്രസ്സൊന്ന് ഇടാനും അല്ല കൂട്ടുകാരോടൊപ്പം ഒന്ന് സന്തോഷിക്കാനും കുടുംബക്കാരെല്ലാം കൂടെ വരുമ്പോൾ ഒന്ന് സഹകരിക്കാനും എല്ലാം കൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഓണം, ഈ വിശേഷ ദിവസം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരാൾ മരണപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിത് മാറ്റിവെക്കും. അതിൻ്റേതായ ഒരാവശ്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റേതും അതെ, എൻ്റെ ചേച്ചിയുടെ അഭിപ്രായം. കാരണം ഞാൻ പറയാം, അടുത്ത വർഷം ഓണോ വിഷു വരുമ്പം മരണത്തിന് ചെറുപ്പം വലുപ്പമില്ല. അടുത്ത ഒരാൾ പോയെങ്കിലോ പിന്നെയും നമുക്ക് കൂടാൻ പറ്റുമോ? വീണ്ടും അവരുടെ ഒപ്പം. അതായത് മരിച്ച് നമ്മുടെ പേലയെന്ന് പറഞ്ഞ പരമാവധി നമ്മൾ 41 വരെയാണ് നോക്കുന്നത്. ഈ 41 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വിശേഷ ദിവസങ്ങളൊക്കെ ആഘോഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞ് 41 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആണ്ടല്ലേ നോക്കുന്നത്. ആണ്ട് വരുമ്പം വന്നോട്ടേന്നേ, നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അവർ കിടക്കും, അവർ രോഗാവസ്ഥയിലോ അവർക്ക് ഏതൊരവസ്ഥയിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മനപ്രയാസത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്നവർ വേണം നമ്മൾ സന്തോഷിക്കാനായിട്ട്. അടുത്ത ഓണത്തിന് വിഷു നമ്മളിൽപ്പെട്ടവർ വീണ്ടും ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ ഈ മാമൂലുകളൊക്കെ മാറി മറിയേണ്ട ഒരു സമയം കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമ്മളത് സന്തോഷമാക്കണം. അത് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് ഇപ്പം വന്ന് പൂരെ നെഗറ്റീവ് കമൻ്റ് ഇടും. നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കും. ഇതാണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം 5 മാസം ആകുന്നതേ ഉള്ളൂ. അതൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കാതെ പ്രക്കാരിക്കും. എൻ്റെ അമ്മച്ചിക്ക് തീരുമാനം വയ്യാതിരിക്കുക. അപ്പോൾ അമ്മയുള്ളപ്പോഴല്ലേ എനിക്കൊന്ന് സന്തോഷം ഉണ്ടാകുള്ളൂ. ആ ആൾ മരിച്ചു, അതിന് വിഷമമുണ്ട്, ഇല്ലെന്നുമല്ല. നമുക്ക് വേണ്ടേ കഴിക്കണ്ട, നമ്മൾ വേണ്ടെങ്കിൽ ഓണക്കൂടി ഇടണ്ട, ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷം ഉണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അമ്മച്ചിയോട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. ആങ്ങളെ മരിച്ചത് കാര്യം അമ്മച്ചിയോട് അടുക്കൽ പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഓർക്കത്തില്ല ഇവളെന്നാ ഒന്നും ചെയ്യാത്ത എടുക്കാത്തതെന്ന്. അപ്പം അമ്മച്ചീനെ ഒന്ന് ഓണത്തിൻ്റെ അന്നൊന്ന് കുളിപ്പിച്ച് ഒരു ഉടുപ്പൊക്കെ ഇടിയിച്ച് അമ്മച്ചിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരാകും. അടുത്ത ഓണം എൻ്റേതോ അമ്മച്ചിയുടേതോ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയാണ്, ഇന്ന് ചോദ്യനാളാണ്, നാളെ വിശാഖമാണ്. ഇന്നും നാളെയായിട്ട് നിങ്ങളിത് ഉറപ്പായിട്ടും ഉണ്ടല്ലോ, ഇത് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത വർഷത്തെ ഓണത്തിനും നിങ്ങളിൽ ആരും കുറയാതെ നമ്മളെല്ലാവരും ഇതുപോലെ ഒരുമയോടെ ഉണ്ടാവണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം നമുക്ക്. ടാറ്റാ ബൈ ബൈ. ഓക്കേ.